നഷ്ടം എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ ശ്രുതിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രുതിക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് ടി സിദ്ദിഖ് എവിടെ പറഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രുതി എന്ന് പറയുന്ന സഹോദരിക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അത് വ്യാജമാണെന്ന് പറയട്ടെ. ഇനി അദ്ദേഹം ശ്രുതി ഇരിക്കുന്ന വാഹനത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വെച്ചു കൊടുക്കാൻ പോകുന്ന വീടിന്റെ ഡിസൈൻ അടക്കം കാണിച്ചു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ടി സിദ്ദിഖ് പറയട്ടെ, എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവ് ടി സിദ്ദിഖ്. അപ്പൊ അദ്ദേഹം പറയട്ടെ അതും വ്യാജമാണ് എന്ന്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു, 8 ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, പിന്നീട് പ്രതിശ്രുതവരനായി ജീവിതത്തിൽ ഒരേ ഒരു ആശ്രയം എന്ന് കരുതിയ ആൾ നഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടിയെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ടി സിദ്ദിഖ് എവിടെയെങ്കിലും ശ്രുതിക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം കൊണ്ടല്ല അതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം പിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് ശരി, അത് ഒരു രാഷ്ട്രീയമായ ആരോപണം എന്ന നിലയ്ക്ക് പറയാം. പക്ഷേ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്.